യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇപ്പോൾ രാവിലെ സമയം 7 മണിയാണ്. ഞാൻ ഓഫീസിലോട്ട് ഡ്രൈവ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഡ്രൈവ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് എന്തിനാണ് വണ്ടി ഓടിക്കുന്നതെന്ന് ചോദിച്ചാൽ, എന്താ മാഷേ രാവിലെ തന്നെ ഒരു വെളിവും വെള്ളിയാഴ്ച ഇല്ലാതാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഡ്രൈവ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് എന്തിനാ വണ്ടി ഓടിക്കുന്നതെന്ന്, അങ്ങനെയല്ല എന്തിനാ വീഡിയോ എടുക്കുന്നതെന്ന് കേട്ടോ. എനിക്കൊരു ചെറിയ ഗ്യാപ്പ് കിട്ടി. പിന്നെ ഇതൊരു അങ്ങനെ ഭയങ്കര ട്രാഫിക്കൊന്നും ഉള്ള വഴിയല്ല കേട്ടോ. ദിസ് ഇസ് ലൈക്ക് ചെറിയ കുഞ്ഞി ഇടവഴികൾ പോലത്തെ വഴിയാണ്. അപ്പം അങ്ങനത്തെ വലിയ ട്രാഫിക് പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പം ഇന്ന് ചൊവ്വാഴ്ചയാണ്. അപ്പം കഴിഞ്ഞ വ്ളോഗിൽ ഞാൻ പറഞ്ഞായിരുന്നു ഈ ആഴ്ച ഫുൾ കുച്ചുവിന് അവധിയാണെന്നുള്ളത്. അപ്പം ഞാനിപ്പോൾ രാവിലെ 7 മണിക്ക് തന്നെ പോകുന്നത് എന്തിനാന്ന് വെച്ചാൽ, 7 മണിക്ക് പോയിട്ട് ഞാൻ ഹാഫ് ഡേ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഉച്ചയ്ക്ക് 12 മണിയാകുമ്പം ഞാൻ എൻ്റെ ഇന്നത്തെ ജോലി അവസാനിപ്പിക്കും. ഉച്ച കഴിഞ്ഞ് കുച്ചുവിനെ ഏറ്റെടുക്കണം. അപ്പം 7 മണിക്ക് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ എനിക്കൊരു 15-20 മിനിറ്റേ ഉള്ളൂ എൻ്റെ ഓഫീസിലോട്ടുള്ള ഡ്രൈവ്. നമ്മളൊരു 7:20 ഒക്കെ ആകുമ്പോഴത്തേനും വീട്ടിലല്ല ഓഫീസിലെത്തും. പിന്നെ ഇന്ന് കുറച്ച് മഴയൊക്കെ ഉണ്ട്. അപ്പം കുറച്ചും അങ്ങോട്ട് ചെല്ലുമ്പോൾ ഇനി ട്രാഫിക്കൊക്കെ വരുമോ എന്നറിയത്തില്ല. മഴ പെയ്യുമ്പോൾ എങ്ങനെയാണെന്ന് അറിയത്തില്ല. പെട്ടെന്ന് എവിടുന്നും ഇല്ലാത്ത കുറേ ട്രാഫിക്കൊക്കെ അങ്ങ് വരും. സോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മളൊരു 15 മിനിറ്റ് കൊണ്ട് എൻ്റെ ഓഫീസിലെത്തും കേട്ടോ. അങ്ങനെയാണ് കാര്യങ്ങൾ. ഒരു കാലാവസ്ഥ അവലോകനം ഞാൻ ചെയ്യാൻ പോവാണ്. കാലാവസ്ഥയെക്കുറിച്ച് പറഞ്ഞുതരാം. വളരെ പരിതാപകരമാണ് ഇവിടുത്തെ കാലാവസ്ഥ. രാവിലെയൊക്കെ അങ്ങ് ചുമ്മാ മഴ പെയ്യും. ഒരു മിനിറ്റ് അങ്ങോട്ട് ക്യാമറ രാവിലെ തൊട്ടേ ഇങ്ങനെ മഴ ഇങ്ങനെ ചെറുതായിട്ട് തൂളിക്കൊണ്ടിരിക്കും. സൺലൈറ്റ് എന്തായാലും വരാൻ പോകുന്നില്ല. ഇച്ചിരി ഒരു 10 മണിയൊക്കെ ആകുമ്പോൾ ചെറിയൊരു സൺലൈറ്റ് ഒക്കെ വരും. ആ സൺലൈറ്റ് ഇങ്ങനെ വന്നിട്ട് അതിങ്ങനെ പോകാൻ റെഡി ആയിട്ട് ഇരിക്കുമായിരിക്കും. കൃത്യം ഒരു 3:30-4 മണി ആകുമ്പോഴുണ്ടല്ലോ, ഇനിയിപ്പോൾ എൻ്റെ മുഖം കണ്ടോ, എൻ്റെ ആ ഒരു വിഷമം നിങ്ങൾ കാണും. കൃത്യം ഒരു 4 മണിയൊക്കെ ആകുമ്പോഴുണ്ടല്ലോ, ഏകദേശം ഒരു 7 മണി ആയ പോലെയാണ് ഗൈസ്. അപ്പോൾ തന്നെ എൻ്റെ ഫ്യൂസ് മൊത്തം അങ്ങ് പോകും. എന്തിന് 4 മണി ഇവർ 7 മണി ആക്കുന്നു? ഐ ഡോണ്ട് നോ. മൊത്തം അങ്ങ് ഇരുട്ടാവും. പിന്നെ നമുക്ക് 4 മണി ആയുള്ളൂ, പക്ഷെ 7 മണിയായി. നമ്മളങ്ങ് മെന്റലി അങ്ങ് അപ്സെറ്റ് ആവും. അത് എനിക്ക് മാത്രമല്ല, ഇവിടെ താമസിക്കുന്ന ഇങ്ങനെയുള്ള പുറം രാജ്യങ്ങളിൽ വിന്റർ ഫേസ് ചെയ്യുന്ന എല്ലാവർക്കും വരുന്ന ഒരു മാനസിക പ്രശ്നമാണത്. നമുക്കങ്ങ് വി നീഡ് സൺലൈറ്റ് ഈസ് സോ ഇമ്പോർട്ടൻറ്റ് ഇൻ അവർ ലൈഫ് എന്നുള്ളത് ഈ ഒരു വിന്റർ സീസണിൽ നമ്മൾ നല്ലപോലെ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതൊക്കെയാണ് ഇവിടുത്തെ കാലാവസ്ഥയുടെ ഒരു അപ്ഡേറ്റ്. പക്ഷെ നമ്മൾ അതോർത്ത് വിഷമിച്ചിരിക്കാൻ പോയാൽ പിന്നെ ഇനിയിപ്പോൾ 6 മാസവും വിഷമിച്ചിരിക്കാനല്ലേ പറ്റത്തുള്ളൂ. അപ്പം നമ്മൾ അതിനെ തരണം ചെയ്യണം. എന്തെങ്കിലുമൊക്കെ കാണിച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്ത് വി ഷുഡ് കീപ് അവർ സെൽഫ് എൻഗേജ്ഡ് ആയിട്ട് ഇരുന്നാലേ പറ്റത്തുള്ളൂ. അപ്പോഴാണ് അങ്ങനെയുള്ള ഇത് വരുമ്പോൾ ഞാൻ എന്ത് ചെയ്യാന്ന് പറയുമോ, ഞാൻ ഓടിപ്പോയി കുറേ കുക്കിംഗ് ഒക്കെ ചെയ്ത് കുറേ വീഡിയോ ഒക്കെ എടുത്ത് ഐ കീപ് മൈ സെൽഫ് ഹാപ്പി ആൻഡ് എൻഗേജ്ഡ്. എനിക്കിഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പോൾ ഇന്നലെയും കുച്ചുവിന് അവധിയായിരുന്നു. ഇന്നലെ ഇതുപോലെ തന്നെ ആയിരുന്നു കേട്ടോ. ഞാൻ ഉച്ചയായപ്പം ഹാഫ് ഡേ ലീവ് എടുത്ത് പോയി. അപ്പോൾ ഇന്നലെ ഞാനും കുച്ചും കൂടെ പോയിട്ട് നമ്മൾ കുറച്ച് പെയിൻ്റൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ട് ഞാനൊരു ഞങ്ങളുടെ ടേബിളിൽ ഒരു തുണിയൊക്കെ വിരിച്ചിട്ട് കുച്ചു ഒരു കസേരയിരുന്നു, ഞാൻ ഓപ്പോസിറ്റ് കസേരയിരുന്നു. നമ്മൾ രണ്ടും കൂടെ ഒരു മണിക്കൂർ പെയിൻ്റ് അടിയായിരുന്നു. ഒരേ പെയിൻ്റ് അടി രസമായിരുന്നു കേട്ടോ. അവനപ്പം നമ്മൾ ശരിക്കും പിള്ളേരെ നമ്മൾ അവരുടെ കൂടെ ഇരുന്ന് അവർ എൻഗേജ്ഡ് ആയിട്ട് ഇരുന്നോളും. അപ്പം അല്ലാതെ അവനെ ഒറ്റയ്ക്ക് പെയിന്റ് അടിക്കുന്നു പറഞ്ഞിട്ട് നിർത്തിയിട്ട് പോയാൽ അവന് ബോറടിക്കും. പക്ഷെ ഞാനും കൂടെ ഇരിക്കുമ്പോൾ ഞാനും ഇങ്ങനെ അവൻ ചെയ്യുന്ന കാര്യം ഞാനും ചെയ്യുന്ന കാണുമ്പോൾ തന്നെ അവന് സന്തോഷമല്ലോ. അപ്പോൾ നമ്മൾ രണ്ടും കൂടി ഇത് പെയിന്റ് അടിച്ചു. അപ്പോൾ ഇന്ന് കുറച്ചു നേരം വേണമെങ്കിൽ വന്നിട്ട് പെയിന്റ് അടിക്കാം. അപ്പം ഞാനിപ്പം ഞാൻ പറഞ്ഞ ആ ചെറിയ നമ്മുടെ ഇടവഴിയിൽ നിന്നൊക്കെ കയറി കുറച്ചൊരു ഹൈവേ പോലത്തെ വഴിയിലെത്തിയിട്ടുണ്ട്. അപ്പം ഞാൻ കെയർഫുൾ ആയിട്ട് ഡ്രൈവ് ചെയ്യട്ടെ. നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ യു ക്യാൻ സീ മൈ വേ ടു ഓഫീസ്. ഞാൻ നിങ്ങളെ എൻ്റെ ഓഫീസിലോട്ടുള്ള വഴികളൊക്കെ കാണിച്ചു തരാം. അപ്പോൾ ഗൈസ്, ഇതാണ് എൻ്റെ ഓഫീസിലോട്ടുള്ള വഴി. ഈ റോഡിൻ്റെ പേരാണ് വെൽഷ് റോഡിൽ കൂടെ നമ്മളിങ്ങനെ നേരെ അങ്ങ് പോയാൽ മതി. ഒരു 10 മിനിറ്റ് നേരെ ഇങ്ങനെ പോയി കഴിയുമ്പോഴത്തേനും നമ്മളെൻ്റെ ഓഫീസിലെത്തും. അപ്പോൾ ഈ റോഡിൻ്റെ 2 സൈഡിൽ ഇങ്ങനെ വീടുകളൊക്കെ ഉണ്ട്. ഇത് കുറച്ച് അത്യാവശ്യം ഒരു എന്താ പറയുന്നത്, ഇവിടെയൊക്കെ വീടുകളും ഒക്കെ അത്യാവശ്യം നല്ല എക്സ്പെൻസീവ് ആണ്. ഇവിടുത്തെ അപ്പാർട്ട്മെൻറ്റിലൊക്കെ താമസിക്കണമെങ്കിലൊക്കെ അത്യാവശ്യം എക്സ്പെൻസീവ് ആണ്. ഞങ്ങളിവിടെ വന്ന സമയത്ത് എൻ്റെ ഓഫീസിനോട് എനിക്ക് ആദ്യമേ കാറുണ്ടായിരുന്നില്ല. ഞാൻ ഓർത്തു എനിക്ക് നടന്നു പോകാവുന്ന ദൂരത്ത് വല്ല അപ്പാർട്ട്മെൻറ്റ് കിട്ടുവാണെങ്കിൽ അങ്ങനെ നോക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ച് ഞങ്ങൾ ഇവിടെ വന്നിട്ട് അപ്പാർട്ട്മെൻറ്റൊക്കെ നോക്കിയായിരുന്നു. പക്ഷേ ഇവിടെ ഭയങ്കര എന്താ പറയുന്ന റെൻ്റാണ് കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങൾ ആ പരിപാടി ഡ്രോപ്പ് ചെയ്ത് ഒരു അപ്പാർട്ട്മെൻറ്റ് ഈ കാണുന്ന ഈ ഹണ്ട് ക്ലബ്
ഫണ്ട് ക്ലബ് എന്ന് അവിടെ എഴുതിയിരിക്കുന്നത്. ആ സൈഡിൽ കണ്ട ആ ഒരു അപ്പാർട്ട്മെൻ്റ് ആണുള്ളത്. അപ്പാർട്ട്മെൻ്റ് അല്ല, ടൗൺ ഹൗസ് ഒക്കെ പോലെ ഈ കാണുന്നത്. ഇപ്പോൾ ഈ സൈഡിൽ കണ്ട ദിസ് ഈസ് ദ ടൗൺ ഹൗസ്. നമുക്കിങ്ങനെ ഇവിടെ താമസിക്കാൻ പറ്റും. എൻ്റെ ഓഫീസിന് കുറച്ച് അടുത്തായിട്ട്, പക്ഷേ എങ്കിലും വാക്കബിൾ ഡിസ്റ്റൻസ് ഒന്നും അല്ല. അതൊട്ടും പ്രാക്ടിക്കൽ അല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ സാധനം നമുക്ക് നടന്നു പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് വാക്ക് വേ കാണുമല്ലോ. നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ അറിയാം, ഇവിടെ സൈഡിൽ വാക്ക് വേ ഒന്നും ഇല്ല. ഇതിങ്ങനെ മെയിൻ റോഡാണ്. അപ്പം നമുക്ക് ഒരിക്കലും നടന്നൊന്നും എനിക്ക് ഓഫീസിൽ പോകാൻ പറ്റത്തില്ല. അപ്പോൾ ഗൈസ്, ഇതേണ്ട ഞാൻ എൻ്റെ ഓഫീസിലെത്തിയിരിക്കുന്നു. ഈ ഓഫീസിൻ്റെ ഫ്രണ്ടിലുള്ള ഒരു കാടാണ് കേട്ടോ. ഇത് കാടല്ല, ചെറിയൊരു ഇങ്ങനെ ഒരു ചെറിയൊരു കുറ്റിക്കാട്. ഇവിടെ ഉണ്ടല്ലോ, മിക്കവാറും ഞാൻ വരുമ്പോഴത്തേനും കുറേ മാൻകൂട്ടങ്ങൾ ഇവിടെ വന്ന് എന്നെ വെൽക്കം ചെയ്യാനായിട്ട് നിൽക്കാറുണ്ട്. പക്ഷേ ഇന്ന് തണുപ്പും മഴയൊക്കെ ആയതുകൊണ്ടാണെന്നൊന്നും ആരെയും കാണാനില്ല. സാധാരണ ഇവിടെ ഒരു മാൻകൂട്ടങ്ങൾ ഞാൻ കാണാറുണ്ട്. ഞാൻ ഓർത്തത് കാണുവാണെങ്കിൽ നിങ്ങളെയും കൂടെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചാണ് ഇവിടെ ഇങ്ങനെ ഞാനിങ്ങനെ ക്യാമറ ഇങ്ങനെ വട്ടം പിടിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നോബഡി ഈസ് ഹിയർ ഗൈസ്. യു ഗൈസ് മിസ്ഡ് ഇറ്റ്. മേ ബി നെക്സ്റ്റ് ടൈം. എൻ്റെ ബാഗ് പുറകിലാണ്. അപ്പോൾ ശരി, ഇനി നമ്മൾ കാണാൻ പോകുന്നത് കുച്ചുവിനെ കൂട്ടി ദിവ്യം വരുമ്പോൾ നമുക്ക് ഉച്ചയ്ക്ക് കാണാം. ഓക്കെ, കമോൺ അല്ല ബൈ ബൈ. അങ്ങനെ ഞാൻ ജോലി കഴിഞ്ഞ് ഇറങ്ങി. ഒരു 10 മിനിറ്റിനുള്ളിൽ കുച്ചു നമ്മുടെ കയ്യിൽ വരുന്നതായിരിക്കും. അപ്പോൾ ഞാൻ രാവിലെ ഒരു ഇച്ചിരി മൂടി ക്ലൈമറ്റ് ആണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ കുറച്ച് കഴിയുമ്പോൾ കുറച്ച് വെയിലൊക്കെ വരുമെന്ന്. ഇപ്പോൾ കുറച്ച് വെയിലൊക്കെ ഉള്ള സമയമാണ്. നമുക്ക് കാറിനകത്ത് പോയിട്ട് കുച്ചുവിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. തണുക്കുന്നു. തണുപ്പിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി എങ്ങനെയാ വരുന്നതെന്ന് വെച്ചാൽ, തണുപ്പ് എത്ര കുറവാണെങ്കിലും ഉണ്ടല്ലോ, കാറ്റങ്ങ് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മളെയല്ല എന്നെ പിടിച്ചാൽ കിട്ടത്തില്ല. കാറ്റടിക്കുമ്പോൾ ഞാൻ കിടന്നിങ്ങനെ ആടിക്കൊണ്ടിരിക്കും. ഇപ്പോൾ ഒരു ഭയങ്കര കാറ്റങ്ങ് വന്നു. അയ്യോ, തണുത്ത് വരച്ചു പോയി ഗൈസ്. യെസ്, എനിക്ക് 1-2 പേരെ ഫോൺ വിളിക്കാറുണ്ട്. സീറ്റ് ബെൽറ്റ് ഇട്. വഴി സെറ്റ് ചെയ്തിട്ട് പള്ളിയിൽ പോകാനുള്ള ബ്രേസ്ലെറ്റ്. ഓക്കെ, കേറ്. No, it's not our way. It's a red. Guys. Oh, we should have parked somewhere here, right? Oh, I don't know. I missed the parking there, man. പടകാളി കുച്ചു ഏത് പാട്ടാ പാടിയ? കുച്ചു ഏത് പാട്ടാണ് പാടിയ? പടകാളി ചങ്കി ചക്കരി ചക്കരി മാക്കലി. ഇറങ്ങാം. വെള്ളം വേണം, കുടിച്ചോ? വെള്ളം വേണം? No thanks. No thanks. You're not taking care of your purple thing. Then I always keep there. Kuchu, are you taking? Yes, I am taking care of that. No. Kuchu gave me this Kuchu's gift, right? Rappa. What? Not if you call it Jayati. I thought it was Jaydanti. Jaydanti? Yeah, Jayati. Yeah, നമുക്ക് പള്ളിയുടെ കുർബാന എവിടെ നടക്കുന്നത് കണ്ടുപിടിക്കണം. Okay. There's a big church, I told you, right? And why do we have to walk? നമുക്ക് ഈ പോകുന്ന ആളുടെ പുറകെ പോകാം, അല്ലെങ്കിൽ നമുക്ക് വിൽ മിസ് വേർ ഇസ് ദ മാസ് എവിടെയോ എന്നുള്ളത് നമ്മൾ മിസ് ചെയ്യും. We will just follow them. Come. Oh, it's there. Come. No, it's down there, Kuchuba. അപ്പോൾ ഈ പള്ളിയിൽ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ പേരിലുള്ള ഒരു മ്യൂസിയം ഉണ്ട് കേട്ടോ. അപ്പോൾ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഉടുപ്പുകളൊക്കെയാണിത്.
എനിക്ക് തോന്നുന്നു മാർപ്പാപ്പ കർദിനാളൊക്കെ ആയിരുന്ന സമയത്ത് ഉപയോഗിച്ചിരുന്ന ഉടുപ്പാണെന്നാണ് എനിക്ക് ഇതിൻ്റെ ഒരു അവിടെ എഴുതിയിരിക്കുന്ന ഹെഡിങ്ങിൽ നിന്ന് മനസ്സിലാകുന്നത്. ഈ മ്യൂസിയം ഇന്ന് ഓപ്പൺ ആയിരുന്നില്ല, അല്ലായിരുന്നെങ്കിൽ നമുക്ക് അകത്ത് കയറി കാണാമായിരുന്നു. അപ്പോൾ എങ്കിലും ഞാൻ പുറത്തുനിന്ന് ഈ വീഡിയോ ഒക്കെ എടുത്ത് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. യാ Cardinal device. Come, go inside. Let's go with them. ഹലോ ഗൈസ്, ഞങ്ങൾ അപ്പോൾ പള്ളിയിൽ നിന്ന് തിരിച്ചെത്തി കേട്ടോ. തിരിച്ചെത്തി പള്ളിയിൽ നിന്ന് വരുന്ന വഴിക്ക് എൻ്റെ ഫ്രണ്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു, ലീത വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവളോട് വിളിച്ച് സംസാരിച്ച് ഇങ്ങനെ വന്നുകൊണ്ടേയിരുന്നു. അപ്പോൾ പള്ളിയിൽ നിന്ന് ഇങ്ങനെ വരുന്ന വഴിക്ക് പുറത്തുനിന്ന് കഴിക്കണോ, ഭയങ്കരമായിട്ട് വിശക്കുമായിരുന്നേ. അപ്പോൾ പുറത്തുനിന്ന് കഴിക്കണോ വേണ്ടയോ എന്നുള്ളൊരു ഭയങ്കര കൺഫ്യൂഷനായിരുന്നു. പക്ഷേ പുറത്തുനിന്ന് കഴിക്കുമ്പോൾ ഒറ്റയടിക്ക് എങ്ങനെ ആയാലും ഒരു $10-25 പോവും. അപ്പം അത് വേണ്ട എന്നുള്ള ഒരു തീരുമാനം എടുത്ത് ഞാൻ എന്നെ തന്നെ കൺട്രോൾ ചെയ്ത് ഞങ്ങൾ വീട്ടിൽ വന്ന് അവളോട് ഫോൺ വിളിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ എൻ്റെ ലഞ്ചും ഞാനും കുച്ചും കഴിച്ചു. ഞാനിപ്പം വേണ്ട രാവിലെ ഞാൻ ഉണ്ടാക്കിയ കട്ടൻ കാപ്പി കുറച്ച് മിച്ചം ഉണ്ടായിരുന്നു, അത് കുടിക്കുകയാണ്. കുച്ചു ഞാനൊരു അരമണിക്കൂർ അവനോട് TV കണ്ടോളാൻ പറഞ്ഞു. അരമണിക്കൂർ അവൻ്റെ TV ടൈമാണ്. അത് കഴിഞ്ഞ് ഇനി ഞാനും കുച്ചും കൂടെ നെക്സ്റ്റ് എന്താ ചെയ്യേണ്ടതെന്ന് ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു. മേ ബി ഞങ്ങൾ പെയിൻ്റ് അടിക്കാൻ പോവാണ്. ഇന്നലെ മേടിച്ച പെയിൻറ് ഇരിപ്പുണ്ടല്ലോ, പെയിൻറ്റിങ് സെക്ഷൻ. ഇന്ന് ഒരു നെക്സ്റ്റ് സെക്ഷൻ ഓഫ് പെയിൻറ്റിങ്, ഒരു പെയിൻറ്റിങ് കൂടെ ചെയ്യാം. അങ്ങനെ ആകുമ്പോൾ എങ്ങനെയായാലും 1 മണിക്കൂർ അങ്ങനെ തന്നിരിക്കും. ലൈറ്റ് പോയി പറഞ്ഞ ഫുൾ ലൈറ്റ്. Draw me. Only green color. See, I'm purple. No, I'm not coloring you. Get it? Please. No. Please. What I should do? I'm going to draw some of my plants. Better. But Appa always has to like it. Not like just choose it. He really likes me. Yeah, and he actually chose me. But how did he know it was me? Looks outside. What's very green? This looks like me. ഇതാണ് പെയിൻറ്റിങ് കഴിഞ്ഞിട്ടുള്ള ഞങ്ങളുടെ പെയിൻറ്റിങ് ടേബിളിൻ്റെ അവസ്ഥ. അപ്പം ഇന്നത്തെ പെയിൻറ്റിങ് പരിപാടികൾ ഞങ്ങളിവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഡോർ അടയ്ക്കണ്ട പൊന്നു. ഓക്കെ, സ്പെഷ്യൽ ഫാസ്റ്റ് വേ. ഞങ്ങൾ പെയിൻ്റ് അടി പരിപാടി കഴിഞ്ഞ് ഇനി ഞങ്ങൾ കടയിൽ പോവാണ്. നാളെ ഞങ്ങളിവിടെ ഞാനും കുച്ചും കൂടെ ക്രിസ്മസ് ട്രീ സെറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് കുറച്ച് ക്രിസ്മസ് ഡെക്കറേഷൻസ് ഒക്കെ മേടിക്കാനായിട്ട് കുച്ചു അമ്മയും കൂടെ ഗോയിങ് ഫോർ ഷോപ്പിംഗ്. കയറി സീറ്റ് ബെൽറ്റ് ഇട്. 10 മിനിറ്റ്സും കൂടെ ഉള്ളൂ. 10 മിനിറ്റ്സ് അല്ല, 4 മണിയാകുമ്പോൾ കട ഓഫാവുന്നു. കട ക്ലോസ് ആവും. ഇറ്റ്സ് ലൈക്ക് 3:15 now. Why would it close? It just looks alarming. Now we get the Christmas tree out today. ക്രിസ്മസ് ട്രീ നമുക്ക് നാളെ വെക്കാം. കൊച്ചിന് ഇപ്പോൾ വൈകിട്ടായില്ലേ. അമ്മ തിരിച്ചു വന്നിട്ട് ഇനി അമ്മയ്ക്ക് ഡിന്നർ ഉണ്ടാക്കണം. സോ നമ്മളിപ്പം ഞങ്ങൾ ക്രിസ്മസ് ഡെക്കറേഷൻസ് മേടിക്കാനായിട്ട് ഞങ്ങൾ പോകുന്നത് ഐ ഹാവ് മൈ ഫേവറേറ്റ് ത്രിഫ്റ്റ് സ്റ്റോർ ഹിയർ. അവിടെ ഞാൻ നിങ്ങളെ മുന്നേ കൊണ്ടുപോയിട്ടുണ്ട്. ഇറ്റ്സ് കോൾഡ് സ്വീറ്റ് റിപ്പീറ്റ് ത്രിഫ്റ്റ് സ്റ്റോർ. അപ്പം അവിടെ പോയിട്ട് കൊച്ചുവിനെ അമ്മ കൊണ്ടുപോയിട്ടുണ്ടോ സ്വീറ്റ് റിപ്പീറ്റ് ത്രിഫ്റ്റ് സ്റ്റോറിൽ. അപ്പം അവിടെ പോയിട്ടാണ് ഞങ്ങൾ ക്രിസ്മസ് ഡെക്കറേഷൻ മേടിക്കുന്നത്. That's my favorite. At the next stop sign, turn left. ഈ അമ്മച്ചിയെ കൊണ്ടൊരു രക്ഷയില്ലല്ലോ. Turn right. ഓക്കെ, അപ്പൊ നമുക്കിനി അവിടെ ത്രിഫ്റ്റ് സ്റ്റോർ എത്തിയിട്ട് കാണാം ഗൈസ്. ബൈ. ക്രിസ്മസ് ഡെക്കറേഷൻ ഒക്കെ വെച്ചു. സീ ദ ലൈറ്റ്സ്. നമുക്ക് നമ്മുടെ ഗൈസിനെ കുറച്ച് ലൈറ്റ്സ് കാണിച്ചു കൊടുക്കാം. കണ്ട ഇവരിവിടെ കണ്ട ഇങ്ങനെ ക്രിസ്മസ് കണ്ടില്ലേ? ആ പോസ്റ്റിലൊക്കെ കണ്ടില്ലേ?
അപ്പൊ ഈ സ്ഥലമാണ് നോർത്ത് വെയിൽസ്. ഇപ്പൊ നിങ്ങളെ ഞാൻ കാണിച്ചില്ലേ. അപ്പൊ ഇവിടെ ഞങ്ങളുടെ വേറൊരു പള്ളിയുണ്ട് കേട്ടോ. ഞങ്ങളിങ്ങനെ പോകുന്ന കുറേ പള്ളികളുണ്ട്. സോ ഫ്രം ഹിയർ വി ഹാവ് ടു ടേക്ക് ലെഫ്റ്റ് ടേൺ ടു വാൾനട്ട് സ്ട്രീറ്റ്. നമുക്കിവിടെ കൊച്ചു ഇപ്പൊ ഓർക്കുന്നുണ്ടോടാ ഏതാ സ്ഥലം എന്ന്? ഇനി ക്ലൂ കൊച്ചുവിന് ഇതുവരെ ഏതാ നമ്മൾ പോകുന്ന സ്ഥലം ഏതെന്ന് മനസ്സിലായിട്ടില്ല. ഇറ്റ്സ് മൈ ഫേവറേറ്റ് ത്രിഫ്റ്റ് സ്റ്റോർ ഹിയർ. അപ്പൊ എന്റെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ഡെക്കറേഷൻ സാധനങ്ങളൊക്കെ ഞാൻ ഓടി വന്ന് മേടിക്കുന്ന ഇവിടെയാണ്. നല്ല ക്യൂട്ട് എന്താ പറയുന്ന ഇപ്പൊ നമ്മള് But I want to buy some cute like Santa. Cute Santas, cute little Santas, yes. We could buy something in Big Lots. Noah told me Big Lots has. നോർത്ത് വെയിൽസ് എന്ന് പറയുന്ന സ്ഥലമാണ്. നോർത്ത് വെയിൽസിൽ എനിക്ക് ഞാൻ കണ്ടത് മനസ്സിലാക്കിയെടുത്തും വെച്ചിട്ട് കണ്ടില്ല, ഇവിടെ ഒരു അമ്മച്ചി ഇങ്ങനെ ഫ്രണ്ട് ഇരിക്കുന്നുണ്ടോ. ഇവിടെ കൂടുതൽ ഇങ്ങനെ ഓൾഡ് പീപ്പിൾ, പ്രായമായവർ താമസിക്കുന്ന. ഇത് ഇസ് എ വെരി ഓൾഡ് ടൗൺ ആണ്. ഇവിടുത്തെ വീടുകളൊക്കെ ഭയങ്കര ഓൾഡ് കൺസ്ട്രക്ഷൻ ആണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഇങ്ങനെ ചെറുപ്പക്കാരൊന്നും താമസിക്കാൻ ഇഷ്ടപ്പെടാത്ത സ്ഥലമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ഞാൻ എപ്പോൾ ഇതുവഴി വന്നാലും ഇങ്ങനെ പ്രായമായവരൊക്കെ അവരുടെ വീടിൻ്റെ ഫ്രണ്ടിൽ ഇരിക്കുന്നതാണ്. പക്ഷെ എനിക്കെന്തോ ഇവിടം ഭയങ്കര ഒരു ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണ്. ഐ ഫീൽ ലൈക്ക് ഒരു ഹോംലി ഫീൽ എനിക്ക് കിട്ടുന്ന ഒരു സ്ഥലമാണിത്. ഓ ദിസ് ഈസ് അവർ സ്വീറ്റ് ത്രിഫ്റ്റ് ഷോപ്പ്. കണ്ടില്ലേ നിങ്ങൾ? പേര് കണ്ടില്ലേ? യു റിമെമ്പർ ദാറ്റ്? ഞാൻ പറഞ്ഞില്ലേ കൊച്ചിന് ഇത് കാണുമ്പോൾ കൊച്ചിന് മനസ്സിലാവുന്ന പറഞ്ഞില്ലേ? കൊച്ചു അതുവഴി ഇറങ്ങല്ലേ. യു ഹാവ് ടു കം ഗെറ്റ് ഡൗൺ. There's a ramp there. There was like a little. Do you remember the Santa I bought? Yeah, we'll get small Santas from here. Let us see. നസ്രത്ത് നോക്കട്ടെ എന്തൊക്കെയുണ്ടോ നോക്കട്ടെ. We നമുക്ക് have this stuff fixed still. കളർ. Can you open the door? Yeah. I don't know what is there's a lot of. ഞാൻ പറഞ്ഞില്ലേ ക്രിസ്മസ് ഡെക്കറേഷൻസ് ഒത്തിരി കാണും. ലോട്ട് ഓഫ് സാന്റാസ് അറിയാം. അപ്പം ഞാൻ ഒത്തിരി വീഡിയോസ് എടുക്കുന്നില്ല, ഞാൻ പോയിട്ട് മേടിക്കട്ടെ. അപ്പം ഞാനിവിടെ ഒന്ന് ചുറ്റിക്കറങ്ങിയിട്ട് നമുക്ക് പറ്റിയ ക്രിസ്മസ് ഡെക്കറേഷൻസ് ഒക്കെ എന്തൊക്കെയുണ്ടെന്ന് നോക്കട്ടെ. ലൈക്ക് എനിക്ക് അത്യാവശ്യമായിട്ട് വേണ്ടത് ഒരു കുട്ടി സാന്റേനെയാണ്. അപ്പോൾ കുട്ടി സാന്റേനെ എന്തായാലും നമുക്ക് ഇവിടുന്ന് മേടിക്കാം. പിന്നെ ക്രിസ്മസ് ട്രീ ഒക്കെ എൻ്റെ കയ്യിലുണ്ട്. ഐ ഡോണ്ട് വാണ്ട് മെനി മോർ തിങ്സ്. സാന്റയാണ് എൻ്റെ മെയിൻ ഉദ്ദേശം. റെയിൻഡിയർ സാന്റയുടെ വണ്ടിയാ. Found one Santa hiding here. Let us see this Santa. Let us pick this poor. Let us pick this old Santa. What about this old Santa, guys? എന്നൊരു wall painting കൂടെ വേണം. Yeah, I am looking for one. ഒരു wall painting എൻ്റെ ബാത്റൂമിൻ്റെ വോളിൽ വെക്കാൻ പറ്റിയ ഒരു നല്ലൊരു വോൾ പെയിൻറ്റിങ്. ഇവിടെ കുറേ ഈ ലോട്ട് ഓഫ് ക്രിസ്മസ് ഡെക്കറേഷൻസിൻ്റെ ഒരു കളിയാണിവിടെ. ഇതുണ്ട് ഫുൾ ക്രിസ്മസ് റത്ത് എല്ലാ ടൈപ്പ് ഡെക്കറേഷൻസും ഉണ്ട് ഇവിടെ. സോ ലെറ്റ് മീ സെലക്ട് സം തിങ്സ് ഫ്രം ഹിയർ. ഓക്കെ. ഓ ക്രിസ്മസിൻ്റെ പുൽക്കൂടൊക്കെ ഉണ്ട് കേട്ടോ. 10 മിനിറ്റുള്ളിൽ ഇത് അടയ്ക്കും എന്നാണ് പറഞ്ഞത്. അപ്പം ഞങ്ങൾ പെട്ടെന്നൊരു ഹറിബറി പിടിച്ചാൽ വന്നത്. This painting is good. Maybe വേറൊരു ദിവസം നമുക്ക് വരാം. ലേറ്റ് ആയി. Did you get something? അപ്പോൾ നമ്മൾ പെട്ടെന്ന് അവിടെ ചടപടാന്ന് ഇറങ്ങി. കൊച്ചു കാറ് കയറ്. No baby shark. കൊച്ചു ഇന്ന് തന്നെ ക്രിസ്മസ് ഡെക്കറേഷൻസ് ചെയ്യണമെന്ന് പറഞ്ഞ് ചെറിയൊരു ബഹളം തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇന്ന് സമയമില്ല. At the stop sign, turn left onto East Walnut Street. Do it. Can I look at the body? Can I look at it? അമ്മ ഇവിടെ വഴി വെക്കാൻ കൊച്ചു. Look at it. എനിക്ക് അമ്മ ഈ വ്ളോഗ് ഒന്ന് അവസാനിപ്പിച്ചോട്ടോ. അതുകൊണ്ട് നീ വഴി നോക്കിയോ. ഓക്കെ. അപ്പോൾ ഗൈസ് ഞാൻ നിങ്ങളോട് ബൈ ബൈ പറയാൻ പോവാണ്. അപ്പോൾ ഗൈസ് ഞാൻ നിങ്ങളോട് ബൈ ബൈ പറയാൻ പോവാണ്. ലൈക്ക് ഇനിയിപ്പോൾ ഞാൻ വീട്ടിൽ പോയിട്ട് ഡിന്നർ കുക്ക് ചെയ്യാൻ പോവാണ്. സമയം ഇപ്പോൾ കുറേ ആയി. ഇനിയിപ്പം ഉച്ചു അപ്പം നമ്മൾ ഡിന്നർ കുക്ക് ചെയ്യാൻ പോവാണ്. അത്രേ ഉള്ളൂ. അപ്പോൾ സി യു വിത്ത് അനദർ ഗൈസ്. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് കാണാം. യു ഓൾ ടേക്ക് കെയർ. ഓക്കെ ബൈ.